എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നാം പലതരം ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ചിലരെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, ചിലരെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ തിരിച്ചറിയാമെന്നത് നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ബാഹ്യമായ രൂപമോ സംസാരമോ മാത്രം കണ്ട് ഒരാളെ വിലയിരുത്തുന്നത് വലിയ തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കും. ഈ വീഡിയോയിൽ ഒരാളുടെ സ്വഭാവം ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമായ കാര്യം സൂക്ഷ്മമായ നിരീക്ഷണമാണ്. അവർ എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നത്, മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു, അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തമുണ്ടോ എന്നെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുന്നു, സമാധാനപരമായി പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടോ, അതോ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടോ, സമ്മർദ്ദത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നതൊക്കെയും അവരുടെ മനസ്സിൻ്റെ ശക്തിയും ക്ഷമയും നമുക്ക് കാണിച്ചു തരും. ഒരാൾക്ക് നിങ്ങളോടുള്ള പെരുമാറ്റം മാത്രം നോക്കി സ്വഭാവം വിലയിരുത്തരുത്. അവർ തങ്ങളെക്കാൾ താഴെയാണെന്ന് കരുതുന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക. അത് അവരുടെ യഥാർത്ഥ വിനയത്തെയും മനുഷ്യത്വത്തെയും വെളിപ്പെടുത്തും. അധികാരം ഇല്ലാത്തവരോട് ദയയും ബഹുമാനം കാണിക്കുന്നവർക്ക് നല്ല സ്വഭാവമുണ്ടായിരിക്കുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരാളുടെ സംസാര രീതിയും ശരീരഭാഷയും അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകും. വാക്കുകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ശരീരഭാഷയ്ക്ക് പറയാൻ കഴിയും. ഒരാൾ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കുന്നുണ്ടോ, അവരുടെ ആംഗ്യങ്ങൾ ആത്മാർത്ഥതയുള്ളതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഭയങ്കര സോഫ്റ്റായ ഷേക്ക് ഹാൻഡ് ആത്മവിശ്വാസമില്ലായ്മയെ സൂചിപ്പിക്കാം. എന്നാൽ ബലം പ്രയോഗിച്ചുള്ള ഷേക്ക് ഹാൻഡ് ആധിപത്യ സ്വഭാവത്തെയാണ് കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സംസാരത്തിൽ സത്യസന്ധതയില്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നോക്കാതിരിക്കുക ശരീരഭാഷ അസ്വസ്ഥമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒരാൾ എത്രമാത്രം സംസാരിക്കുന്നു, എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നത് പ്രധാനമാണ്. സംഭാഷണം എപ്പോഴും അവരെക്കുറിച്ച് മാത്രമാണോ? മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ? നല്ലതുപോലെ കേൾക്കുന്നവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതി കാണിക്കാനും കഴിയും. എപ്പോഴും സ്വന്തം അഭിപ്രായങ്ങൾ മാത്രം പറയുകയും മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് കുറച്ച് സൂക്ഷിച്ചു പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരുടെ ചിന്തകളെയും മൂല്യങ്ങളെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അവർ മറ്റുള്ളവരെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നു, ഗോസിപ്പുകൾ പറയുന്നവരാണോ, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന സംസാരമാണോ, അസൂയ, കുറ്റപ്പെടുത്തൽ, പരാതികൾ എന്നിവ നിറഞ്ഞ സംഭാഷണങ്ങൾ നെഗറ്റീവ് സ്വഭാവത്തിൻ്റെ സൂചനകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാക്കുകളേക്കാൾ പ്രവൃത്തികളാണ് ഒരാളുടെ സ്വഭാവത്തെ നിർവചിക്കുന്നത്. ഒരാൾ തരുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. സമയനിഷ്ഠയും ഉത്തരവാദിത്ത ബോധവും നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പതിവായി വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവർ അത്രമേൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ സ്വന്തം തെറ്റുകൾ ഏറ്റെടുക്കാനും അതിൽ നിന്ന് പഠിക്കാനും തയ്യാറാകുന്നവരാണ് നല്ല സ്വഭാവമുള്ളവർ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്ത ബോധം കുറവായിരിക്കും. മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയും കാണിക്കുന്നത് ഒരാളുടെ സ്വഭാവത്തെ വ്യക്തമാക്കി തരും. പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ അവർ തയ്യാറാണോ? ദുർബലരോടും കഷ്ടപ്പെടുന്നവരോടും എങ്ങനെ പെരുമാറുന്നു? മൃഗങ്ങളോടുള്ള അവരുടെ സമീപനവും ശ്രദ്ധിക്കണം. യഥാർത്ഥ ദയയും സ്നേഹവും ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും കഴിയൂ. ഒരാളുടെ സാമൂഹിക ഇടപെടൽ രീതികളും അവരുടെ സ്വഭാവത്തെക്കുറിച്ച് സൂചനകൾ നൽകും. ഒരാളുടെ സുഹൃത്ത് വലയം അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ നൽകും. നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണിക്കൂ, ഞാൻ നിങ്ങളുടെ സ്വഭാവം പറയാമെന്നൊരു പഴമൊഴി തന്നെയുണ്ട്. സമാന ചിന്താഗതിക്കാരും മൂല്യങ്ങളും ഉള്ളവരായിട്ടായിരിക്കും മിക്കവാറും ആളുകൾ സൗഹൃദം സ്ഥാപിക്കുക. ഒരു ഗ്രൂപ്പ് സാഹചര്യത്തിൽ അവർ എങ്ങനെ പെരുമാറുന്നു, ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ടോ, പൊതുസ്ഥലങ്ങളിൽ പെരുമാറ്റം എങ്ങനെയാണ്, മദ്യപിക്കുമ്പോഴോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടുപോകുന്ന സാഹചര്യങ്ങളിലോ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ചില വ്യക്തിപരമായ കാര്യങ്ങളും സ്വഭാവത്തെക്കുറിച്ച് സൂചന നൽകാം. പണത്തെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അത്യാഗ്രഹിയാണോ, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, പണം ഒരാളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരാൾക്ക് എത്രത്തോളം സ്വയം വിമർശനം നടത്താനും സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കാനും കഴിയും എന്നതും പ്രധാനമാണ്. മാറ്റങ്ങൾക്ക് തയ്യാറാകുന്നവരും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമാണ് നല്ല സ്വഭാവമുള്ളവർ. ജീവിതത്തിൽ ക്ഷമയും വിട്ടുവീഴ്ചയും കാണിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ പ്രയാസമായിരിക്കും. ഒരാളുടെ സ്വഭാവം ഒറ്റയടിക്ക് വിലയിരുത്താൻ സാധ്യമല്ല. അതിന് സമയവും ക്ഷമയും സൂക്ഷ്മമായ നിരീക്ഷണവും ആവശ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാളെ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഓർക്കുക, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്.
അവരെ മുൻവിധികളില്ലാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുക.